മഹാലക്ഷ്മി സീരിയലിൻ്റെ ഏറ്റവും പുതിയ പ്രൊമോ റിവ്യൂയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. ഏതു നിമിഷവും പ്രതാപൻ സത്യങ്ങൾ വിളിച്ചു പറയുമെന്ന് മനസ്സിലാക്കിയ മാർക്കോയാണെങ്കിൽ മഹാലക്ഷ്മിയോടൊരു നിർദ്ദേശം പറയുന്നുണ്ട്. എന്തായാലും സത്യങ്ങൾ ഇനി മൂടി വെക്കണ്ട, പറഞ്ഞോളാൻ. അപ്പം മഹാലക്ഷ്മി പറയുന്നുണ്ട്, മാർക്കോ തന്നെയല്ലേ പറഞ്ഞത് കണ്ണേട്ടനോട് ഒരു കാരണവശാലും പറയരുതെന്ന്. കണ്ണേട്ടനോട് പറയാനല്ല, മഹാലക്ഷ്മിയെ സ്നേഹിക്കുന്ന അനന്തുവിനോടും ലേഖയോടും പറയാൻ. കാരണം കണ്ണേട്ടൻ ഇതറിഞ്ഞ് പ്രശ്നമായി കഴിഞ്ഞാൽ പോലും ആരെങ്കിലും മഹിയെ സപ്പോർട്ട് ചെയ്യാൻ വേണം. ആ ഒരു അർത്ഥത്തിന് അവരോട് പറയുന്നത് നല്ലതായിരിക്കും എന്ന് പറഞ്ഞത് കേട്ട് മഹിയാണെങ്കിൽ തിരികെ വീട്ടിലേക്ക് വരുന്നുണ്ട്. അപ്പം അനന്തും ലേഖയും ഡോറ് തുറന്ന് നോക്കുമ്പോഴത്തേക്കും മഹി ആകെ സങ്കടപ്പെട്ട് നിൽക്കുന്നു. എന്താ കാര്യം? സങ്കടം ഇതുവരെ മാറിയില്ലേ? എന്താ പ്രശ്നമെങ്കിലും തുറന്നു പറ, നമുക്കൊരു പരിഹാരം ഉണ്ടാക്കാമെന്ന് അനന്തു പറയുന്നത് കേട്ടിട്ട് മഹി പറയുന്നു, ഞാൻ ഒരു കാര്യം പറയാൻ വേണ്ടിയിട്ടാണ് വന്നത്. എന്ത് കാര്യം? കണ്ണേട്ടനുമായി ബന്ധപ്പെട്ട കാര്യമാണ്. കണ്ണേട്ടൻ്റെ അച്ഛനെ കൊന്നത് എൻ്റെ രണ്ടാനച്ഛനാ. മഹി, താനിതെന്താ ഈ പറയുന്നത്? അയാൾ ബോധമില്ലാതെ ഇപ്പം അങ്ങനെയൊക്കെയാണോ വിളിച്ചു പറയുന്നത്? ബോധമില്ലാതെ പറയുന്നൊന്നുമല്ല, സത്യ. എൻ്റെ 5-ാം വയസ്സിൽ എന്നെയും കൂട്ടിയ അയാൾ ആ ലോറിയിൽ പോയത്. കണ്ണേട്ടനും അച്ഛനും കൂടി വന്ന ബുള്ളറ്റിലേക്ക് എൻ്റെ രണ്ടാനച്ഛൻ്റെ ലോറിയെ പാഞ്ഞു കയറ്റി അച്ഛനെ കൊന്നത്. അത് കേട്ട് അനന്തുവിലേക്ക് ആകെ ഷോക്കാകുന്നുണ്ട്. എന്നിട്ട് മഹി കരഞ്ഞുകൊണ്ട് തൊഴുതു പറയുന്നു, ഈ സത്യം കണ്ണേട്ടനോട് പറയണമെന്നുണ്ടെങ്കിൽ പറയാം. കുറേ ദിവസം കൊണ്ട് എന്നെ അലട്ടുന്ന ഏറ്റവും വലിയ വിഷമം ഇതാ. ഹോസ്പിറ്റലിൽ മെൻ്റൽ പ്രോബ്ലമായിട്ട് കിടക്കുന്ന പ്രതാപൻ കണ്ണേട്ടനെ കാണണമെന്ന് ആവശ്യപ്പെടുന്നത് തന്നെ താൻ ചെയ്ത ക്രൂരത കണ്ണേട്ടനോട് വിളിച്ചു പറയാൻ വേണ്ടിയിട്ടാണ്. അത് കള്ളമൊന്നുമല്ല, സത്യ, എൻ്റെ കണ്ണാലെ കണ്ട സത്യ എന്നൊക്കെ പറയുമ്പം അനന്ത് ചോദിക്കുന്നുണ്ട്, എന്തുകൊണ്ട് മഹി ഇത്രയും നാൾ ഇതെല്ലാം ഞങ്ങളിൽ നിന്ന് മൂടി വെച്ചു? പലതവണ കണ്ണൻ മഹിയോടും അതുപോലെ ഞങ്ങളോടും പറഞ്ഞിട്ടുണ്ടായിരുന്നല്ലോ, നിൻ്റെ രണ്ടാനച്ഛനായിരിക്കുമോ ഇനി എൻ്റെ അച്ഛനെ കൊന്നേന്നുള്ള കാര്യം. അന്നേരം പോലും എന്തുകൊണ്ട് സത്യം വിളിച്ചു പറഞ്ഞില്ല എന്ന് പറയുമ്പം പേടി കൊണ്ടാ. കണ്ണേട്ടൻ പലതവണ പറഞ്ഞിട്ടുണ്ട്, എൻ്റെ അച്ഛനെ കൊന്ന ആ ലോറി ഡ്രൈവറെ കണ്ടു കിട്ടുവാണെങ്കിൽ അയാളെ ഞാൻ കൊന്നു കളയുമെന്ന്. അങ്ങനെയെങ്ങാനും കണ്ണേട്ടൻ വല്ലതും ചെയ്യുമെന്ന് പേടിച്ചിട്ടാ സത്യങ്ങൾ മറച്ചു വെച്ചതെന്ന് പറയുന്നു. അപ്പം മഹിക്ക് കണ്ണേട്ടൻ വിവാഹ ആലോചനയായിട്ട് വന്ന സമയത്ത് അറിയായിരുന്നു പണ്ട് തൻ്റെ രണ്ടാനച്ഛൻ ലോറി പാഞ്ഞു കയറ്റി കൊന്ന ആ ആളുടെ മകനാ ഇപ്പം പെണ്ണാലോചിച്ച് വന്നേന്നുള്ള കാര്യം ലേഖ ചോദിക്കുന്ന സമയത്ത് അന്നേരം എനിക്കറിയില്ലായിരുന്നു. പക്ഷേ കണ്ണേട്ടൻ എല്ലാ സത്യങ്ങളും പെണ്ണ് കാണാൻ വന്ന സമയത്ത് തന്നെ എന്നോട് പറഞ്ഞിരുന്നു. എൻ്റെ അച്ഛനും ഞാനും പോയ ബുള്ളറ്റിലേക്ക് ഒരു ലോറി പാഞ്ഞു കയറിയാണ് താൻ വീൽചെയറിലാകാൻ കാരണക്കാരനായത് എന്ന് പറഞ്ഞു കേട്ടപ്പോഴാണ് ആ പഴയ കാര്യങ്ങൾ എനിക്ക് ഓർമ്മ വന്നത്. ശരിക്കും പറഞ്ഞാൽ എൻ്റെ രണ്ടാനച്ഛന് പോലും അറിയില്ലായിരുന്നു എനിക്ക് ഈ കാര്യങ്ങൾ ഓർമ്മയുണ്ടെന്ന്. പക്ഷേ അടുത്തിടയ്ക്കാണ് ഞാൻ ഈ സത്യങ്ങൾ എൻ്റെ അമ്മയോട് ഇന്നലെ പ്രതാപൻ പറഞ്ഞ് സത്യങ്ങൾ അറിഞ്ഞ മാർക്കോ വന്ന് എന്നോട് ചോദിച്ചപ്പം മാർക്കോയോടും തുറന്നു പറഞ്ഞത്. ശരിക്കും ആർക്കും അറിയില്ലായിരുന്നു എനിക്ക് ഈ കാര്യങ്ങളൊക്കെ ഇപ്പോഴും ഓർമ്മയുണ്ടെന്ന്. അത് കേട്ട് ആകെ ഷോക്കായി നിൽക്കുവാണ് അനന്തവും ലേഖയും. എങ്കിലും മഹി കാണിച്ചത് വല്ലാത്ത മണ്ടത്തരാ. കണ്ണനോട് ഈ സത്യങ്ങൾ തുറന്നു പറയായിരുന്നു. ഇനി അവനെങ്ങാനും പ്രതാപൻ്റെ വായാൽ ഈ സത്യങ്ങൾ അറിഞ്ഞു കഴിഞ്ഞാൽ എങ്ങനെ പ്രതികരിക്കുമെന്ന് ഞങ്ങൾക്ക് പറയാനാകില്ല. അച്ഛനെന്ന് പറഞ്ഞാൽ അവന് ജീവനാ. ആ അച്ഛൻ്റെ കൊലപാതകിയെ അറിഞ്ഞു വെച്ചിട്ടും സ്വന്തം ഭാര്യ പറയാതെ മറച്ചു വെച്ച് ചതിക്കുമായിരുന്നു എന്നുള്ള കാര്യം അറിഞ്ഞു കഴിയുമ്പോൾ എങ്ങനെ പ്രതികരിക്കും? മഹി തന്നെ ഒന്ന് ആലോചിച്ച് നോക്ക്. അതെനിക്കറിയാം. നിങ്ങൾക്ക് വേണമെങ്കിൽ കണ്ണേട്ടനോട് സത്യങ്ങൾ തുറന്നു പറയാം. ഞാൻ ചെയ്തത് തെറ്റാണെന്ന് എനിക്ക് വ്യക്തമായിട്ടറിയാം. പക്ഷേ ആ കുറ്റബോധം പേറിയാണ് ഞാനിപ്പോൾ ഓരോ നിമിഷവും കടന്നു പോകുന്നത്. എന്തായാലും താൻ ടെൻഷൻ അടിക്കേണ്ട. പ്രഗ്നൻ്റായിട്ട് ഇരിക്കുന്ന ഈ സമയം വിഷമിക്കാൻ പാടില്ലെന്നില്ലേ പറയുന്നത് എന്ന് ലേഖ പറഞ്ഞ് മഹിയെ ആശ്വസിപ്പിക്കുന്നുണ്ട്. അങ്ങനെ മഹിയാണെങ്കിൽ റൂമിലേക്ക് പോകുന്ന സമയത്ത് ആകെ വിഷമിച്ച് ടെൻഷൻ അടിച്ചിരിക്കുവാണ് മഹി. ആ സമയത്ത് കണ്ണേട്ടനാണെങ്കിൽ മഹിയെ വിളിക്കുന്നുണ്ട്. അപ്പം ഇവളുടെ സൗണ്ടിൻ്റെ ഇടർച്ച കേട്ടിട്ട് കാര്യം തിരക്കുമ്പോൾ ഒന്നുമില്ല കണ്ണേട്ട, ഞാൻ ഓരോന്നും ആലോചിച്ചിങ്ങനെ ഇരുന്ന് പോയതാ എന്ന് പറയുമ്പം അനന്തു ലേഖയും വീട്ടിൽ വന്നപ്പോഴേ പറഞ്ഞു 2 ദിവസം കൊണ്ട് താൻ ടെൻഷൻ അടിച്ച് നടക്കുവാന്ന്. എന്തിനാടോ ടെൻഷൻ? നമ്മൾ പരസ്പരം ഒരു രഹസ്യവും മറച്ചു പിടിക്കുന്നില്ല, പിന്നെന്തിനു വേണ്ടിയിട്ടാണ് താൻ ഇങ്ങനെ വിഷമിക്കുന്നത്? തൻ്റെ എല്ലാ കാര്യങ്ങളും എനിക്കും എൻ്റെ എല്ലാ കാര്യങ്ങളും തനിക്കും അറിയില്ലേ എന്ന് പറയുമ്പോൾ മഹിയാണെങ്കിൽ ആകെ വിഷമിച്ചിരിക്കുന്നു. അതേസമയം ഹോസ്പിറ്റലിൽ പ്രതാപനെ കാണാനായിട്ട് വിശ്വനാഥൻ്റെ ആത്മാവ് രാത്രി എല്ലാ ദിവസവും വരുമല്ലോ. അപ്പോൾ അങ്ങനെ വിശ്വനാഥൻ്റെ ആത്മാവ് വന്നോ ഇല്ലയോ എന്നറിയാൻ വേണ്ടിയിട്ട് മുത്തശ്ശിയാണെങ്കിൽ ഡോറ് തുറന്ന് പതിയെ നോക്കുന്ന സമയത്ത് പിന്നാലെ വന്ന് ആരോ തോളിൽ പിടിക്കുന്നു. അപ്പോഴത്തേക്കും പേടിച്ച് വിറച്ച് മുത്തശ്ശി തിരിഞ്ഞു നോക്കുന്നത് പ്രതാപനെ നോക്കാൻ വന്ന ഡോക്ടർ ആയിരിക്കുമെന്നാണ് തോന്നുന്നത്. എന്തായാലും മുത്തശ്ശി ആകെ പേടിച്ച് വിറച്ച് നിൽക്കുവാണ്. റൂമിലേക്ക് കയറുമ്പോൾ മുത്തശ്ശിക്കാണെങ്കിൽ നല്ല പേടിയുണ്ട്. ഒന്നാമത് പ്രതാപന് മാനസികമായിട്ട് സമനില തെറ്റി നിൽക്കുന്ന സമയം, രണ്ടാമത് വിശ്വനാഥൻ്റെ ആത്മാവ് രാത്രി അദ്ദേഹത്തെ കാണാൻ വരുമെന്നുള്ള കാര്യം വ്യക്തമായിട്ടും അറിയാവുന്നതാണ്. പ്രതാപൻ സംസാരിക്കുന്നത് കേൾക്കാറുമുണ്ട്. ഇനി വിശ്വനാഥൻ്റെ ആത്മാവായിരിക്കുമോ അതോ തൻ്റെ മകനായിരിക്കുമോ തന്നെ ശല്യം ചെയ്യുന്നേ എന്നുള്ള പേടിയിലാണ് റൂമിലേക്ക് കയറി വരുന്നത്. എന്നാൽ ഇതൊക്കെ ആലോചിച്ച് മോഹിനിയമ്മയാണെങ്കിൽ ആകെ വിഷമിച്ചിരിക്കുവാണ്.
മഹി പറഞ്ഞതിനെപ്പറ്റി ആലോചിക്കുന്നു. അതായത് ഇത്രയും നാൾ ഒന്നുമില്ലെങ്കിൽ പ്രതാപനെയും മുത്തശ്ശിയും കരുണയും അവരഹങ്കാരം കൂടുമ്പോൾ വിരട്ടാൻ വേണ്ടിയിട്ട് ഉപയോഗിച്ചുകൊണ്ടിരുന്ന കാര്യം അവരുടെ വായാൽ തന്നെ ഇനി കണ്ണനെ അറിയിക്കുമോ? അങ്ങനെ അറിഞ്ഞു കഴിഞ്ഞാൽ കണ്ണൻ സത്യങ്ങൾ മറച്ചു വെച്ചതിൻ്റെ പേരിൽ തൻ്റെ മകളോട് ക്ഷമിക്കുമോ എന്നറിയാതെ വിഷമിച്ചിരിക്കുന്നു. അതേസമയം ദുർഗയും ഉണ്ണിയും കണ്ണനെ കുത്തുവാക്കുകൾ കൊണ്ട് വേദനിപ്പിക്കാൻ വരുന്ന ആ ഒരു ഭാഗവും കാണിച്ചുകൊണ്ടാണ് എപ്പിസോഡ് അവസാനിക്കുന്നത്.